വിവാഹിതരായ സ്ത്രീകളുമായി സൗഹൃദം കൂടുകയും അവരെ ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്ത യുവ നേതാവ്. നിരവധി യുവതികൾ പരാതിയുമായി എത്തിയതോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ തനി സ്വഭാവം പുറംലോകം അറിഞ്ഞത്. എന്നാൽ കൊല്ലത്ത് നിന്നുള്ള യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയുടെ ലൈംഗിക വൈകൃതം മനസ്സിലായത് ഒരു യുവതിയുടെ ജീവൻ നഷ്ടപ്പെട്ട ശേഷമാണ്. ശാരീരിക ബന്ധത്തിന് നിർബന്ധിക്കുകയും സ്വകാര്യ ചിത്രങ്ങൾ അയച്ചു കൊടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തതിൽ മനം നൊന്താണ് 35-കാരി ആത്മഹത്യ ചെയ്തത്. ഭർത്താവുമായുള്ള പ്രശ്നങ്ങളാണ് ജീവനൊടുക്കാനുള്ള കാരണമെന്ന് ആദ്യം സംശയിച്ചവരുണ്ട്. പിന്നീട് ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നതോടെയാണ് കൊല്ലം പോരുവഴി സ്വദേശി സുഹൈൽ അൻസാരിയിലേക്ക് അന്വേഷണം എത്തിയത്. ഇതോടെ സുഹൈലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കടമ്പനാട് സ്വകാര്യ സ്കൂളിലെ സഹപ്രവർത്തകയായിരുന്ന യുവതിക്ക് സുഹൈൽ അയച്ച വാട്സാപ്പ് ചാറ്റുകളാണ് അയാൾക്ക് വിനയായത്. ഈ മാസം 14 രാവിലെയാണ് യുവതിയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പ് ലഭിച്ചതിന് പിന്നാലെയാണ് സുഹൈലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഫോണിലൂടെ നിരന്തരം ശല്യം ചെയ്യുകയും നഗ്നചിത്രങ്ങൾ അയച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് മാനസികമായി പീഡിപ്പിച്ചു വരികയാണെന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. ഈ മാനസിക പീഡനം സഹിക്കാനാവാതെയാണ് ആത്മഹത്യ എന്നും കുറിപ്പിലുണ്ട്. ഇരുവരും ഒരേ സ്വകാര്യ സ്കൂളിലെ ജീവനക്കാരായിരുന്നു. യുവതി റിസപ്ഷനിസ്റ്റും സുഹൈൽ PRO ആയുമാണ് പ്രവർത്തിച്ചിരുന്നത്. ഇരുവരും പരിചയക്കാരുമാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയാണ് സുഹൈൽ അൻസാരി. യുവതിയുടെ മരണത്തിൽ സംശയമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കുടുംബം ഏനാത്ത് പോലീസിൽ പരാതി നൽകിയിരുന്നു. അറസ്റ്റിലായ സുഹൈലിനെ കോടതിയിൽ ഹാജരാക്കി. സംഭവത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. പ്രതിയുടെ ഫോൺ വിശദമായി പരിശോധിക്കും. ന്യൂസ് 18 പത്തനംതിട്ട.